നമസ്കാരം സനുജി. നമസ്കാരം. ഇന്നലെ കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ആചാര്യ ശ്രീ രാജേഷ് ജിയുടെ നേതൃത്വത്തിൽ നടന്ന അതിരാത്രം സമാപിച്ചിട്ടുണ്ട്. തത്വമയി ന്യൂസിന് കൂടി വളരെയധികം സന്തോഷപ്രദമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു അവരോടൊപ്പം കഴിഞ്ഞ നിമിഷങ്ങളെല്ലാം തന്നെ. നമ്മൾ വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ കൂടിയാണ് കടന്നുപോയത്. എങ്ങനെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ? ഹരി, ശരിക്കും പറഞ്ഞാൽ വളരെയധികം മനസ്സിനും മാനസികമായി തന്നെ വളരെയധികം സന്തോഷം പകരുന്ന ഒരു ദിനങ്ങളാണ് കടന്നുപോയത്. ശരിക്കും ഈ ഒരു ഭാഗ്യമാണ്, നിലച്ചിരിക്കാതെ ലഭിച്ച ഒരു നിയോഗമാണ് ഈ ഒരു 10 ദിവസമായി നടന്ന അതിരാത്രത്തിൽ ഭാഗഭക്കാകാൻ തത്വമയിക്ക് ലഭിച്ച ഒരു അവസരം. അതുകൊണ്ട് തന്നെ ആ ഇതിൻ്റെ സമ്പൂർണ്ണ തത്സമയ കാഴ്ച ഒരുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യാവസാനം ഇതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം. ഇതൊരു ഭാഗ്യമാണ്. ഇപ്പോൾ ഹരി നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ആചാര്യ ശ്രീ M.R. രാജേഷ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യമായി വേദപഠനം കേരളത്തിൽ ജനകീയമാക്കുന്നത്. കാര്യം എല്ലാ ജാതി വിഭാഗങ്ങളിലുമുള്ള ആൾക്കാർക്കും ഈ വേദപഠനം സാധ്യമാകണമെന്നുള്ള രീതിയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ പരിവർത്തനമാണ് സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് അദ്ദേഹത്തിൻ്റേതായി 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ശിഷ്യന്മാരാണ് ലോകത്തിൻ്റെ പല ഭാഗത്തായി ഈ വേദപഠനവും അതിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നേതൃത്വം നൽകുന്ന കശ്യപ വേദിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ആണ് ഈ ഒരു 10 ദിവസം നീണ്ടുനിന്ന അതിരാത്രം സംഘടിപ്പിച്ചത്. ഈ അതിരാത്രത്തിൻ്റെ ഒരു വേദിയായത് ഈ കശ്യപ വേദിക് റിസർച്ച് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കക്കോടിയിൽ സ്ഥിതി ചെയ്യുന്ന വേദമഹാമന്ദിരത്തിലാണ്. പൂണൂർ പുഴയുടെ തീരത്ത് വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഈ ഒരു സ്ഥലം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റിക്കുള്ള എല്ലാ ആംബിയൻസും അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രാഥമികമായി നമുക്ക് എടുത്തു പറയാമെന്നുള്ള ഒരു സവിശേഷത. അപ്പോൾ അവിടെ അങ്ങനെ ഒരു യാഗം നടക്കുമ്പോൾ ഈ അതിരാത്രം എന്ന് പറയുന്നത് വളരെ പൗരാണികമായ ഒരു യാഗ സമ്പ്രദായമാണ്. കേരളത്തിൽ ഈ പ്രതിഷ്ഠാഭാവങ്ങളെയൊക്കെ ആരാധിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പ്രപഞ്ചശക്തികളെ ആരാധിച്ചു പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതായത് ഇത്തരത്തിലുള്ള മഹായാഗങ്ങൾ നടത്തി പ്രപഞ്ചശക്തികളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ യാഗവേദിയിലേക്ക് സൂര്യനെയും ചന്ദ്രനെയും മറ്റ് അഗ്നിയെയും ഒക്കെ ആരാധിക്കുന്നു. അപ്പോൾ അതിൻ്റെ സവിശേഷമാർന്ന ചടങ്ങുകളിലൂടെ കടന്നുപോകും. ഇത് അങ്ങനെ എല്ലാവർക്കും എത്ര ആഗ്രഹിച്ചാലും പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച കൂടിയല്ല. കാര്യം ഇത് നടത്തുന്നതിനൊരു കാലക്രമമുണ്ട്. ആദ്യം നടത്തുന്നത് സോമയാഗമാണ്. സോമയാഗം നടത്തി ഒരു 12 വർഷത്തിന് ശേഷമാണ് ഈ അതിരാത്രം നടക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ഗ്യാപ്പിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ലഭിച്ചപ്പോൾ തത്വമയി അത് സന്തോഷപൂർവ്വമാണ് ഏറ്റെടുത്തത്. ഇതിൻ്റെ തത്സമയ കാഴ്ച കഴിഞ്ഞ 10 ദിവസമായി തത്വമയി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് HD ദൃശ്യ മികവിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ആ യജ്ഞവേദിയിൽ നിന്നും ഇന്നലെ മടങ്ങിയത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ ഹരി, ഈ മാറി വന്ന ആധുനിക കാലത്ത് നമുക്കറിയാം, ഇപ്പോൾ ജെൻസി എന്നൊക്കെ നമ്മൾ ഓമനപ്പ് പേരിട്ട് വിളിക്കുന്ന ഒരു തലമുറയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ജെൻസിയുടെ ഒരു പങ്കാളിത്തം തന്നെയായിരുന്നു ഈ അതിരാത്രത്തിൻ്റെ ഏറ്റവും വലിയ ഒരു എടുത്തു പറയേണ്ട ഒരു സവിശേഷത. കാര്യം യാഗം, യജ്ഞം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ആദ്യം വിചാരിക്കുന്നത് ഇവിടേക്ക് എത്തുക പ്രായമായവരാണ്, ഒരു വയസ്സായവർ അവരുടെ ഒരു ആധ്യാത്മിക തലമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ വയസ്സായ സമയത്ത് അവർ എത്തിച്ചേരുന്ന അങ്ങനെ ഒരു വിചാരമുണ്ടെങ്കിൽ തെറ്റി. കാര്യം നമുക്ക് കാണാനായത് ഇതിൻ്റെ പങ്കാളിത്തം കൊണ്ട് തന്നെ വലിയ യുവജനതയാണ് ഇതിലേക്ക് വന്നത്. അവർ വരിക മാത്രമല്ല, ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഗവേഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത ടീമുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ യജ്ഞം നടക്കുമ്പോൾ ഇത് സൂചിപ്പിച്ചതുപോലെ ശ്രൗതയാഗങ്ങളിൽ വെച്ച് നടത്തപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു യാഗമാണ് ഈ അതിരാത്രം എന്ന് പറയുന്നത്. വളരെയധികം പ്രക്രിയകളിലൂടെ കടന്നു പോകുന്ന ഇതിലെ അഗ്നി ജനിപ്പിക്കുന്നത് പോലും അരണിക്കോൽ കടഞ്ഞാണ്. പാരമ്പര്യമായി നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാക്കി ആ അഗ്നിയെ ഓരോ ഹോമാഗ്നിയിലേക്ക് മാറി മാറി കൊണ്ടുപോയി അവസാനമാണ് ഈ ഗരുഡാകൃതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഹോമ അടുപ്പിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, ഹോമകുണ്ഡത്തിലേക്ക് ഈ അഗ്നി കൊണ്ടുവന്ന് അവിടെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുക. പൂർണ്ണാഹൂതി ആകുന്നതിന് തൊട്ട് മുമ്പ് ഈ അഗ്നിചിതി ഗരുഡാകൃതിയിലുള്ള അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത് കഴിഞ്ഞാണ് പൂർണ്ണാഹുതി നടക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങെന്ന് പറയുന്നത് പ്രവർഗ്യം എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ്. അതായത് യജ്ഞശാലയിൽ ഈ ലോകത്തെ സകല കാര്യങ്ങളെയും നമ്മളെപ്പോഴും പറയാറുള്ള ആർഷഭാരത സംസ്കാരം എന്താണ് എപ്പോഴും പറയുന്നത്, ലോക സമസ്ത സുഖിനോ ഭവന്തു. അത് ഒന്നുകൂടി പ്രകടമായി കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ അതിരാത്ര യജ്ഞത്തിൽ നമുക്ക്
ദൃശ്യമാകുന്ന കാര്യങ്ങൾ. കാര്യം അവിടെ യജ്ഞശാലയിൽ കുതിരകളുണ്ട്, പശുക്കളുണ്ട്, ആടുണ്ട്. ഇവരെല്ലാം ഈ അശ്വപൂജ നടത്തുന്നുണ്ട്. അശ്വങ്ങളെ പൂജ നടത്തിയിട്ടാണ് ഇതിൻ്റെ ഓരോ ഘട്ടവും മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഈ പ്രവർഗ്യം പോലുള്ള വിശേഷമായ ചടങ്ങിൽ ഉപയോഗിക്കുന്നത് ആട്ടിൻ പാലും പശുവിൻ പാലുമാണ്. അത് ഈ യജ്ഞശാലയിൽ കെട്ടിയിരിക്കുന്ന പശുവിൻ്റെയും ആട്ടിൻ്റെയും പാൽ അപ്പോൾ കറന്നെടുത്തിട്ട് അത് ഒരു പ്രത്യേക മിശ്രിതമാക്കി ഹോമാഗ്നിയിലേക്ക് ഒഴിക്കുമ്പോൾ അവിടെ കൃത്രിമ സൂര്യൻ ജനിക്കുകയാണ്. ഈ ഹോമാഗ്നി ആകാശത്തേക്ക് ഒരു സൂര്യബിംബം പോലെ കുതിച്ചുയരുകയാണ്. ഇതിൻ്റെയൊക്കെ ആ ഒരു ദൃശ്യ ഭംഗി എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റുന്നതല്ല. ഒരുപക്ഷെ അത് കണ്ടവർക്ക് മാത്രം അനുഭവിച്ചറിയാൻ പറ്റുന്ന, അല്ലെങ്കിൽ തത്വമയുടെ ഇത് തത്സമയ കാഴ്ച കണ്ടവർക്കൊക്കെ അറിയാം അത് ഏത് രീതിയിലാണ് അത് നടന്നിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സവിശേഷമാർന്ന പല ചടങ്ങുകളും അവിടെ നടന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഓരോ യാഗങ്ങളിലും അവിടെ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഇതൊക്കെ നമ്മൾ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ നോക്കുമ്പോൾ ഇതൊക്കെ പ്യുവർ ഫിസിക്സും കെമിസ്ട്രിയും കൂടിയാണ്. കാര്യം ഇതിലുപയോഗിക്കുന്ന സാധനങ്ങൾ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്ന സാധനങ്ങളാണ്. ഇന്ന സാധനങ്ങൾ മിശ്രിതമായി വരുമ്പോൾ ഇന്ന സാധനങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ സിമ്പിളായി സ്കൂൾ ക്ലാസ്സുകളിൽ കെമിസ്ട്രിയിൽ പഠിച്ചു തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഈ ഊർജ്ജ സംബന്ധമായ കാര്യങ്ങൾ വരുമ്പോൾ അത് ഒരു ഭൗതിക ശാസ്ത്രം, ഫിസിക്സ് ലെവലിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ വളരെ പ്രാചീനമായ ഈ യാഗം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ അത്യന്താധുനികമായ ഒട്ടനവധി പഠനങ്ങളും ഇതിന് സമാന്തരമായി യജ്ഞവേദിയിൽ നടന്നിരുന്നു. പ്രത്യേകിച്ചും ഈ പ്രവർഗ്യം നടക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു സ്പെക്ട്രം, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പെക്ട്രമുണ്ട്. ആ സ്പെക്ട്രത്തിൻ്റെ അളവ് എടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പഠനം നടത്താൻ ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ഡോക്ടർ അജിത് സക്സേനയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവരതിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി അതിൻ്റെ പഠനം വരുമ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നത് ഇതെന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു സവിശേഷമാർന്ന കാര്യങ്ങളെന്നുള്ളത് അത് പറയാൻ പറ്റും. മാത്രമല്ല ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ അവിടെ സന്നിഹിതരായിരിക്കുന്ന മനുഷ്യരുടെ മനസ്സിലും ബ്രെയിനിലുമൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് കൂടി ഒരു പഠനം അവിടെ നടന്നിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്ത ആളുകളുടെ കാര്യങ്ങൾ ചോദിച്ചറിയുക. മാത്രമല്ല നമുക്കറിയാം ഇപ്പോൾ ഈ മാറുന്ന ജീവിത സാഹചര്യത്തിൽ നമ്മളെല്ലാം ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ, ഓവർ സ്ട്രെസ്സും ഒക്കെ ഉള്ളവരാണ്. പക്ഷേ ഈ ഒരു യജ്ഞശാലയിലേക്ക് എത്തുമ്പോൾ അതെല്ലാം നമ്മെ വിട്ടുമാറും എന്നുള്ളതാണ്. കാര്യം അവിടെ ഉയരുന്ന ഋഗ്വേദ, യജുർവേദ, സാമവേദ സൂക്തങ്ങൾ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി ടെൻഷനും മറ്റു കാര്യങ്ങളും മാറിക്കിട്ടുന്നുള്ളത്. ഇതൊക്കെ ഒരു ഹീലിംഗ് പ്രോസസ്സ് കൂടിയാണ്. എന്ത് നമ്മളൊരു മാനസിക സംഘർഷത്തോടു കൂടിയാണ് അവിടെ ചെന്നിരുന്നാലും ആ യജ്ഞവേദിയിലേക്ക് കടക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഇടതടവില്ലാതെ ഈ നമ്മുടെ വേദമന്ത്രോച്ചാരണങ്ങൾ നടക്കുകയാണ്. ആ വേദമന്ത്രോച്ചാരണങ്ങളുടെ ഒരു ഛന്ദസ്, അത് ചൊല്ലുന്ന ഒരു രീതിയുണ്ട്. ആ ചൊല്ലുന്ന രീതി കേൾക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ മനസ്സിന് വലിയൊരു പരിവർത്തനമാണ് അവിടെ ഉണ്ടാകുന്നത്. അത് ഒരു വലിയ കാര്യമാണ്. ഇതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഞാൻ പറയുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. അവിടെ ഈ 10 ദിവസവും രാവിലെ തുടങ്ങുന്നത് മുതൽ രാത്രി തീരുന്നത് വരെ ഈ ഹോമ അഗ്നിയുടെ തൊട്ടടുത്ത് തന്നെ നിന്ന് തത്വമയ്ക്ക് വേണ്ടി ഇത് ലൈവ് സംപ്രേഷണം ഒരുക്കാൻ ഇതിനോടൊപ്പം തന്നെ ഇതൊക്കെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ യാഗം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പഞ്ചഭൂതങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ് ഈ യാഗം പ്രധാനമായിട്ടും നടക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു യാഥാർത്ഥ്യം എന്താണ്? അല്ല, അത് സത്യമാണ്. ഇപ്പം ഇപ്പോഴത്തെ കാലാവസ്ഥ തന്നെ നമുക്ക് അറിഞ്ഞൂടെ. ഇപ്പോൾ കേരളത്തിൻ്റെ ചൂടെന്ന് പറയുന്നത് ഒരു കാലത്ത് പോലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ചൂടാണ്, ഇല്ലേ? ഇപ്പോൾ വലിയ ചൂടാണ്. അതുമാത്രമല്ല നാട്ടിൽ മൊത്തം വിഷജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ ചൂടൊക്കെ കൊണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിലൊക്കെ ഈ കാലാവസ്ഥയിൽ ഒരു സന്തുലനം ഉണ്ടാക്കുന്നതിൽ പോലും ഈ യാഗങ്ങൾക്ക് വലിയ പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രകൃതിയുമായിട്ട് ഇഴചേർന്ന് വളർന്നിരുന്ന ഒരു ഭാരതീയ പൈതൃകം പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായിരിക്കാം അതിനൊരു വലിയ പ്രസക്തിയുണ്ട്. കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റിന് ഈ യാഗം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രസക്തിയുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ തലമുറ നമുക്കറിയാം, ജങ്ക് ഫുഡ് കഴിക്കുന്ന തലമുറ, ജീവിതത്തിൽ ഈ ദിനചര്യകൾക്കൊരു നിഷ്ഠ ഇല്ലാത്ത ആൾക്കാരാണ് പലരും. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ കൃത്യവും നിഷ്ഠവുമായ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഇതിനൊക്കെ ഒരു വ്യവസ്ഥയുണ്ട്. ഇത് രാവിലെ ഇത്ര മണിക്ക് ഉണരണം, ഇത്ര മണിക്ക് ഈ പറഞ്ഞ പോലെ ഒരു മന്ത്രജപം നടത്തും. ഇതൊക്കെ നമ്മളറിയാതെ നമ്മുടെ ബോഡിക്ക് നൽകുന്ന എക്സസൈസ് കൂടിയാണ്. ഈ മന്ത്രോച്ചാരണം ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായ പഠനങ്ങളിൽ പോലും അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അത് ചൊല്ലേണ്ടുന്ന രീതിയിൽ അതിൻ്റെ ഛന്ദസ്സിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വനതന്തുക്കൾക്ക് ഉൾപ്പെടെയുള്ള വലിയൊരു എക്സസൈസാണ്. നമ്മുടെ വോക്കൽ കോഡ്സിന് ഉൾപ്പെടെയുള്ള വലിയ എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത്.
അതുമാത്രമല്ല ഇതെല്ലാം ഈ പറഞ്ഞ ഒന്നിൽ തൊട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് കേൾക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ഇതെല്ലാം ഇതുമായിട്ട് കണക്റ്റഡാണ്. വളരെ ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നുള്ളതാണ്. കാര്യം ഇതിനെക്കുറിച്ച് പഠിക്കാൻ മാത്രമല്ല, ഇതിനെക്കുറിച്ച് വിമർശിക്കാനും ഒരുപാട് പേര് അവിടെ വന്നിരുന്നു. ഇപ്പോഴത്തെ പുതിയ ന്യൂജൻ വ്ളോഗേഴ്സൊക്കെ അവിടെ വന്നിരുന്നു. പക്ഷേ അവർക്ക് പോലും ഇത് വിമർശിക്കാൻ വാക്കുകൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. അവരെല്ലാം പറഞ്ഞത് ഇതൊരു പ്രത്യേക അന്തരീക്ഷം അവിടെ ഉണ്ടാകുന്നു, പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും വളരെ ഇനി ചിലപ്പോൾ ഇതുപോലത്തെ ഒരു യാഗം കാണണമെങ്കിൽ നമ്മൾ 12 വർഷമൊക്കെ കാത്തിരിക്കേണ്ടി വരും. ഒരു മനുഷ്യായുസിൽ ഒരിക്കൽ മാത്രമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് പറയാം. അത്തരത്തിലുള്ള ഒരു യാഗമാണ് അവിടെ കഴിഞ്ഞു പോയത്. ഈ കശിബ വേദ റിസർച്ച് ഫൗണ്ടേഷൻ തന്നെ 12 വർഷങ്ങൾക്ക് മുമ്പ് 2014 സോമയാഗം നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ 12 വർഷത്തിന് ശേഷം ഇപ്പോൾ അതിരാത്രം നടത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു യാഗം. ഈ പറഞ്ഞതുപോലെ പ്രാചീനമായ നമ്മുടെ യജ്ഞസംസ്കാരത്തിൽ ഉൾപ്പെട്ട ഇത്തരം കാര്യങ്ങളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക മാത്രമല്ല, അത് പഠനങ്ങളിലൂടെ നമ്മുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ യാഗം. മാത്രമല്ല അവിടെ വന്ന വ്യക്തിത്വങ്ങൾ തത്വമയിക്ക് പല സമയത്തായി തന്ന ബൈറ്റുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ അത് നമ്മുടെ ചാനലിലൂടെ വീണ്ടും സംപ്രേഷണം ചെയ്യുന്നുണ്ട്, റീലുകളായും ഷോർട്ട് വീഡിയോസായിട്ടും ഒക്കെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ മനസ്സിലാവും അവരൊക്കെ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കോർഡിനേഷൻ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കാര്യം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡായി പ്രവർത്തിച്ച കശിബ വേദിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ഒരു കൂട്ടം ചെറുപ്പക്കാരെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. പല പ്രായത്തിലുള്ളവരുണ്ടെങ്കിൽ കൂടിയും അവരുടെയൊക്കെ മനസ്സിലൊരു യുവത്വം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ചടുലത അവിടെ നിന്ന് ഓരോരുത്തരിലും പ്രകടമാണ്. അത് അവിടെ നിന്ന് 17 വയസ്സുകാരനായാലും അവിടെ നിന്ന് 70 വയസ്സുകാരനായാലും അവരിലൊക്കെ നമുക്ക് ദൃഷ്ടാന്തമായ കാര്യം ഇത് തന്നെയാണ്. ആ ഒരു എല്ലാവർക്കും ഒരേ മനസ്സോടുകൂടിയുള്ളൊരു പ്രവർത്തനം, ഏകോപനം, ഇതൊക്കെ ഈ ഒരു യാഗം വിജയിപ്പിക്കാൻ വലിയ കാര്യമായി മാറിയിട്ടുണ്ട്. നിരവധി പേരാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ 10 ദിവസം നടന്ന യാഗത്തിൽ പങ്കാളികളായത്. ഇന്നലെ ഇതിൻ്റെ സമാപന ദിവസം വലിയ പരിപാടിയാണ് നടന്നത്. വലിയ ജനപങ്കാളിത്തമാണ് ഇതിനുണ്ടായത്. എന്തായാലും നേരത്തെ ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് നേരിട്ട് കാണാത്തവർക്ക് വേണ്ടി ഇതിൻ്റെ തത്സമയ കാഴ്ച ഒരുക്കിക്കൊണ്ട് ഈ ഒരു യാഗത്തിൻ്റെ കണ്ണായി മാറാൻ കഴിഞ്ഞതിൽ തത്വമയിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ ഒരു നിമിഷത്തിൽ. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.